ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു പെയിൻറ്റ് ഈ ഒരു മൂടി ബൾബ് പഴയ ബൾബാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലും പശ എടുക്കാം, ഗ്ലൂ ഗണ്ണോ ഇതും എടുക്കാം. നല്ല കട്ടിയുള്ള പശ ആയിരിക്കണം. പിന്നെ കുറച്ച് പെയിൻറ്റിങ് ബ്രഷസ്. ഞാൻ കുറേ മറ്റേ നിബ്സ് മാറ്റുള്ള ബ്രഷസ് എടുത്തിട്ടുണ്ട്. ഓരോന്നിനും നിബ്സ് വേറെ വേറെ എടുക്കാനാണ് കേട്ടോ. ഒന്ന് വലുത് ചെറുത് അതിൻ്റെ ചെറുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഈ ഒരു 2 സാധനങ്ങളാണ്. അതിൽ മൂടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മൂടി ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കണം. ഈ സാധനം പൊട്ടിച്ചിട്ട് ഇവിടെയാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ഇതാ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പൊട്ടിച്ചത്. ഇനി നമുക്ക് ഈ ഒരു മൂടി ഉണ്ടാവില്ലേ, ആ മൂടി വെക്കണം. പക്ഷേ ഈ പശ കൊണ്ട് ഒട്ടാത്തത് കൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ് ഒട്ടിച്ചത്. പക്ഷേ ഫസ്റ്റ് ഞാൻ ആ പശ കൊണ്ട് കുറച്ച് തേച്ചിട്ട് ഒട്ടിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ അത് ഒട്ടാൻ കുറച്ച് സമയം വേണമല്ലോ. പക്ഷേ ഞാൻ ധൃതി കൂട്ടിയത് കാരണം അത് വേഗം പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഞാൻ ഒട്ടിച്ചു. ഫസ്റ്റ് ഒട്ടിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നു. പിന്നെയാണ് ആ ഗ്ലൂ ഗണ്ണിൽ ഗ്ലൂ വരുന്നില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്വിച്ചൊക്കെ ഓണാക്കിയിട്ടുണ്ട്. മറ്റേ നമ്മുടെ കുത്തുന്നതിൻ്റെ സ്വിച്ചാണ് കേട്ടോ ഓണാക്കിയത്. നോക്കുമ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ ശരിക്കും ഒരു റെഡ് കളർ സ്വിച്ച് ഉണ്ടാവില്ലേ, അത് ഓണാക്കാതെയായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റേ സാധനമുണ്ട്, ഇത് വീണ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഗ്ലൂ ഗണ്ണുകൊണ്ട് പിന്നെ ഞാൻ സ്വിച്ചൊക്കെ ഇട്ടിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ആ സാധനം വെക്കുമ്പോഴാണ് ഞാൻ കുറേ പശ തേച്ചത്. ഈ പശ കുറേ പശ തേച്ചാൽ ഇത് ഒട്ടില്ല എന്ന് എനിക്ക് ഫസ്റ്റ് അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം ഒട്ടിച്ചപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതുണ്ട് വീണ്. അപ്പം ഞാനിതാ ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ് കേട്ടോ ഇത് ഒട്ടിച്ചത്. ഇതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരണോ എന്ന് തന്നെ അറിയില്ല. ഫുള്ള് മണ്ണാമ്പില പോലത്തെ നൂലുകളും ഉണ്ടാവില്ലേ, അതേപോലെയുള്ള നൂലുകളൊക്കെ കൊണ്ടാണ് ഇതിങ്ങനെ എന്തോ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഉള്ളിൽ നോക്കണ്ടായിരുന്നു കേട്ടോ, കാണാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ സാധനങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ എടുത്ത് ചാടരുത്, അവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിലോട്ട് കിടക്കാം. ഇനി ഫുൾ പെയിൻറ്റിങ്ങാണ്. മഷ്റൂമാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ മറന്നു കേട്ടോ. നമ്മളൊരു ക്യൂട്ട് മഷ്റൂമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പം മേരി ക്രിസ്മസൊക്കെ ആയില്ലേ, അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ ഒരു സ്കെയില് മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ, നാനോ ടാപ്പിൻ്റെ. അതൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി. പക്ഷേ ഇതുവരെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇൻഷോട്ട് വോയിസ് ഓവറും ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ മാത്രം എടുത്തിട്ട് കുറേ എണ്ണത്തിൻ്റെ അങ്ങനത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കളറിലടിക്കുന്നതിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ട കളേഴ്സ് പച്ച, മഞ്ഞ, ചുവപ്പ്, വൈറ്റ്. ചുവപ്പ് മറ്റേ മുകളിൽ മഷ്റൂമിനും, വൈറ്റ് ഫുള്ളായിട്ട് വെള്ളക്ക് തന്നെ എഴുത്തിനൊക്കെ അടിക്കാനും പിന്നെ കുത്തിടാനും. പിന്നെ പച്ച നമുക്ക് പറയേണ്ട, അടിയിലൊരു ഡെക്കറേഷൻസിനായിട്ട് ഇലകൾ വെക്കാനും. മഞ്ഞ നമുക്ക് അതിൻ്റെ പൂവുകൾ ഉണ്ടാവില്ലേ, അത് വെക്കാനും കൂടിയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഈ വലിയ നിബുള്ള ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഫുള്ളൊന്ന് കളറടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ബ്രഷ് കൊണ്ട് ഫുള്ളായിട്ടൊന്ന് ഈ റെഡ് കളറ് കൊണ്ട് ഇതെടുക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് മറ്റേ ഒരു ടാപ്പില്ലേ, ആ ടാപ്പൊക്കെ ഒട്ടിക്കാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഇത് കാണുന്ന ഇതാണെന്ന്. എന്നിട്ട് അടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ട്രാൻസ്പാരൻ്റ് ഒന്നുമല്ല, ഒട്ടിയാൽ കാണില്ല, അടിച്ചാൽ കാണില്ല എന്ന്. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ചു നോക്കിയതാണ് വെറുതെ, അപ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതിനൊന്ന് അടിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ ഇതാ ട്രാൻസ്പാരൻ്റ് ഒന്നും അല്ലായിരുന്നു, ചെറുങ്ങനെ ട്രാൻസ്പാരൻ്റ് അവിടെ ഉണ്ട്. അവിടെ മുകളിലൊന്നും കൂടി അടിച്ചാൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് അല്ലാണ്ടേ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ടൊന്ന് അടിച്ചു നോക്കണം. നമ്മൾ ഫസ്റ്റ് തന്നെ മൂടിയിട്ടതാണ് കേട്ടോ അടിച്ചത്. കാരണം അതിൽ കുറേ പറ്റി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലത്തെ അടിച്ച് തീർത്തിട്ട്
നമ്മൾ ഇതിലത്തെ അടിച്ചു. അപ്പോൾ നമുക്കിത് ഫുൾ അടിച്ചിട്ട് കാണാം. അപ്പോൾ ഷൂ ഇതാ. അപ്പോൾ നമ്മളിത് ഫുൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇത് വേഗം ഉണങ്ങുന്നതാണെങ്കിലും വെയിലത്ത് വെച്ചാലേ ഇത് ഉണങ്ങുള്ളൂ. പക്ഷേ ഇതിതാ എനിക്ക് കുറേ നേരം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്തത്. കുറേ നേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതങ്ങോട്ട് വെക്കാം. അപ്പോൾ ഇതാ ഇവിടെയാണ് വെയിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമ്മളിതാ 10 പ്രാവശ്യം ഓടി വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരുമ്പോഴത്തേക്കിനും ഇത് സെറ്റാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കിതാ 10 പ്രാവശ്യം ഓടി വരാം. 1 5 10 പ്രാവശ്യം നമുക്ക് ഒന്ന് ഓടി വരാം. അപ്പോൾ നമുക്കിതാ ഒന്നാമത്തെ പ്രാവശ്യം നമുക്കൊന്ന് കാണാം. നമ്മൾ ഓടി വരുമ്പോഴും നമ്മൾ കുറേ ഓടിയിട്ട് 10 പ്രാവശ്യം ഓടിയിട്ട് വന്നിട്ട് നോക്കുമ്പോൾ കാഴ്ച അത് കുറച്ച് ഒരു സൈഡ് ഭാഗം മാത്രം സെറ്റായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കാഴ്ച കുറച്ച് നേരം കാണാം. എന്നിട്ട് നമ്മളിതാ കുറച്ച് നേരം എന്തൊക്കെയോ കണ്ടിരുന്ന് നമ്മളിതാ ആ സാധനം സെറ്റായോ നോക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് തൊട്ട് നോക്കാം. ഈ സൈഡായിരുന്നു പോവാണ്ട് നിന്നത്. അപ്പോൾ ഈ സൈഡും നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ സാധനം നമ്മൾ എടുത്തിട്ട് നേരെ നമുക്ക് കൊണ്ടുപോയിട്ട് ടേബിൾ മേലെ വെച്ചിട്ട് ബാക്കി കുത്തു പരിപാടികളൊക്കെ ചെയ്യാം. കുഞ്ഞു പരിപാടികളാണ്. അപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊന്നും വേണ്ട. നമ്മൾ ഫുള്ളായിട്ട് കുത്തിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഫുള്ള് വെള്ളത്തിൽ ഈ കളറ് ഫുള്ളാക്കിയിട്ടുണ്ട്. നല്ലോണം പാടാണ് കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു തുണിമേൽ അങ്ങ് വരച്ചു കൊടുക്കുക. ഈ ഒരു ബ്രഷിൻ്റെ ഇതുണ്ടാവില്ലേ വെള്ളം, അതൊക്കെ വരച്ചെടുത്ത് നമ്മൾ റെഡ് മൂടിയിട്ട് അങ്ങ് വെക്കാം. എന്നിട്ട് നമുക്ക് വൈറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് കൊണ്ട് നമ്മൾ എന്തായാലും ചെയ്യുക കുത്തു പരിപാടിയാണ്. കുത്തു പരിപാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഒരു മറ്റേ ഇതില്ലേ അടിയിൽ ബൾബമ്മേൽ ഓരോന്ന് എഴുതിയിട്ടുണ്ടാവില്ലേ, ആ ഭാഗമൊക്കെ സെറ്റ് ചെയ്തത് കുത്തു പരിപാടിക്ക് ശേഷമാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞു പരിപാടികളൊക്കെ ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കാം. അപ്പോൾ നമ്മളിതാ ഇതിന്മേൽ കുത്തു നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തുണി കൊണ്ടെല്ലാം തുടക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു ബ്രഷ്, ഞാൻ ആ ബ്രഷ് എടുത്തിട്ടില്ല, വേറൊരു നിബുള്ള ബ്രഷാണ് എടുത്തത്. കുറച്ച് ഇതേപോലെ ഉള്ള ബ്രഷാണ് എടുത്തത്. അപ്പം ഞാൻ ഈ ഒരു മൂടി തുറന്ന് നമുക്ക് കുറച്ച് ചെറിയ കുത്താണ് കേട്ടോ ഞാൻ ഇട്ടത്. എല്ലാ ക്രാഫ്റ്റിൻ്റെ വീഡിയോസിലും ഈ ബൾബ് കൊണ്ടുള്ള സാധനം എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ വീഡിയോസിലും ഞാൻ കാണാറുണ്ട്. പക്ഷേ ഞാനിത് കുഞ്ഞു പൂമ്പാറ്റയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ചെറിയ വട്ടമാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. എനിക്കിങ്ങനെയാണ് ഇഷ്ടമായത്. കുറച്ചും കൂടി വലുതാക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ഫുൾ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് കുറച്ചും കൂടി വലുതാക്കണ്ട എന്നുള്ളത്. അപ്പം ഞാനിതാ ഇങ്ങനെ കുത്തിട്ടിട്ട് ബാക്കി ഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതാ ഫുള്ള് ചെയ്തിട്ട് കാണാം. പക്ഷെ ഞാൻ ഫസ്റ്റ് മൂടിയിട്ട് തന്നെയാണ് കേട്ടോ അടിക്കുന്നത്. കാരണം അപ്പോൾ നമുക്ക് ഫുള്ള് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടുണ്ട്. വലുതായാൽ സൂപ്പറാണ്, വലുതല്ലെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട് കുറേ. അതൊന്നും സാരമില്ല. എന്നിട്ട് നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. ഇനി ഈ എഴുത്തൊക്കെ ഉണ്ടാവില്ലേ, ഈ എഴുത്തുമ്മലൊക്കെ വൈറ്റ് കളർ ഫുള്ളായിട്ട് അടിക്കാം. അപ്പം നമുക്കിതാ ഈ കുത്തു കളർ എനിക്ക് നല്ല ഇഷ്ടമാണ്. പകുതി ഉള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില ഗ്ലൂ ഗൺസൊക്കെ ഒഴുകിങ്ങെത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറിച്ച് സെറ്റാക്കി ഗൈസ്. എന്നിട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് കളർ കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ടൊന്ന് അടിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അറിയാതെ ഈ ഒരു നിബിൻ്റെ ഭാഗം എടുത്തു പോയി. സാരില്ല, ഈ നിബാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഫുള്ള് ചെയ്തിട്ട് കാണാം.
അപ്പോൾ ഗൈസ് നമ്മളിത് ഫുൾ അടിച്ചിട്ടുണ്ട്. ഇനി ഇതും വെയിലത്ത് വെച്ച് നമുക്ക് കാത്തിരിക്കണം ഗൈസ്. ഇതെടുക്കാൻ കുറച്ച് പാടാണ്. എൻ്റെ വിരലുകളൊക്കെ തട്ടിയിട്ട് ഇതിൻ്റെ കളറൊക്കെ കുറച്ച് പോയി. ഞാൻ ആദ്യം വിചാരിച്ച് ഇങ്ങനെ എടുക്കുന്നത് തന്നെയായിരുന്നു നല്ലത്. പിന്നെ ഞാൻ ഒറ്റ കൈ കൊണ്ട് മറ്റേ ചായയൊക്കെ എടുത്തിട്ട് എൻ്റെ വിരലും കൊണ്ട് കുറച്ച് തട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇതാ ഈ ഒരു ഭാഗമായിട്ട് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചിട്ട് വെച്ചിട്ടാണ് നിങ്ങൾ കാണേണ്ടത് കേട്ടോ. കാരണം ഞാൻ തിരിച്ച് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. കാരണം എനിക്ക് അങ്ങനെ എടുക്കാൻ ഏലി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പം ഇത് നല്ലൊരു സാധനമാണ്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിതാ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഞാൻ കൈ കൊണ്ട് തട്ടിയിട്ട് പിന്നെയും പെയിൻ്റൊക്കെ അടിച്ചതാണ്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ഉണങ്ങി നോക്കാനൊന്ന് തൊട്ട് നോക്കിയപ്പോൾ പിന്നെ അവിടെയായി പിന്നെയും പെയിൻ്റ് അടിച്ച്. അങ്ങനെ കുറേ സമയം ഇതിന് വേണ്ടി തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പ്രകൃതിയൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് നമ്മുടെ സാധനം ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കൊന്നൊന്ന് പോയി ഒന്ന് നോക്കാം. ടിങ് 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 എന്നിട്ട് ഞാനിതാ പോയിക്കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമ്മുടെ സാധനം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഇനി നമ്മളിതിനെ കുത്തു പരിപാടിയല്ല, തകൃതി പരിപാടികളാണ്. കുഞ്ഞു പരിപാടി എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി കൂണായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് ഒരു ഭംഗിയൊക്കെ വരണമെങ്കിൽ ഈ ചെടിയും പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ വരയ്ക്കണം. ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ പൂമ്പാറ്റ വരച്ച് കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൂമ്പാറ്റ വരച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഞാൻ പച്ച കളർ കൊണ്ട് ഇലകളാണ് കേട്ടോ ആദ്യം വരച്ചത്. അപ്പോൾ ഇനി വേണ്ട കളേഴ്സ് നമുക്ക് 3 എണ്ണമാണ്. റെഡ്, ഗ്രീന്, പിന്നെ നമ്മുടെ യെല്ലോ. ഈ കളേഴ്സാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കാം. അതിൻ്റെ ഇടയിൽ വൈറ്റ് കളറൊക്കെ വീണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഒരു കാര്യം എന്ന് പറയാനുള്ളത്, കുറച്ച് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് ശേഷമാണ് ഗ്രീന് വീണത്. അത് ഭാഗ്യത്തിന് പൊട്ടിയിട്ടില്ല. അതിൻ്റെ മൂടിയാണ് പൊട്ടിയത്. മൂടിക്ക് എല്ലാവരും ഉറപ്പുണ്ട്. ഗ്ലാസ്സിന് ഉറപ്പില്ല, പക്ഷെ മൂടിക്കാണ് ഉറപ്പ് എന്ന് തോന്നുന്നു. പക്ഷേ ഇനി നമുക്കിതാ വീണ് പൊട്ടി ഗൈസ് കാണിച്ചു തരാം. ഇതേപോലെ മൂടി പൊട്ടിയിട്ടുണ്ട്. മൂടിക്കാണ് കട്ടിയുള്ളത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഗ്ലാസ്സിനാണ് കട്ടിയുള്ളത് കേട്ടോ. ഗ്ലാസ് പൊട്ടിയിട്ടില്ല, ഭാഗ്യത്തിന് മൂടി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂടിയായിട്ട് ഇട്ടോക്കാൻ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതൊന്നും അതിനൊക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും വെക്കാമെന്ന്, ഈ മഞ്ഞയുടേതായിട്ടും വെക്കാമെന്ന്. വലുതായതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല, അതുതന്നെ വെക്കാൻ വിചാരിച്ചു. പിന്നെ നമുക്കിതാ ഗ്രീനും ഉണ്ട്, നമ്മൾ മഞ്ഞയും എടുത്തിട്ടുണ്ട്, ഇഞ്ചി നമ്മൾ റെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി റെഡും കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഞാൻ വരച്ച പുല്ലുകൾ തെറ്റ് അങ്ങനത്തെ ഒരു രീതിയിലാണ്. തെറ്റിൻ്റെ ഇടയിൽ ചെറിയ രണ്ട് വരകളൊക്കെ ഉണ്ട്. പിന്നെ അടിയിൽ കാണാതിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കൂണിൻ്റെ അടിയിൽ കാർഡ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർഡ്ബോർഡുമ്പോൾ വൈറ്റ് പെയിൻറ്റൊക്കെ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീനും പെയിൻറ്റും നിങ്ങൾക്ക് അടിക്കാം കേട്ടോ. പക്ഷെ ഞാൻ വൈറ്റ് പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല, എന്നോട് മറന്നു പോയിട്ടോ. അപ്പോൾ ഞാനിതാ തെറ്റ് പോലെ ഫുൾ തെറ്റായിട്ട് ഇതേപോലെ ഇലകൾ വരയ്ക്കുന്നുണ്ട്. ഇതേപോലെയാണ് കേട്ടോ ഞാനത് വിചാരിച്ചത്. അപ്പോൾ ഇല പോലെ ഞാൻ നല്ല രസത്തില്ല. അപ്പോൾ തെറ്റ് ഇപ്പോൾ ഇത്രയും വരച്ച നല്ല രസമുണ്ട്. ഇനി കൊള്ളാവോന്നൊന്നും എനിക്കറിയില്ല, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ഫുള്ള് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഈ മഞ്ഞയും ചുവപ്പും ഒക്കെ തുറന്നിട്ടത് എന്തിനാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പൂ വരക്കാനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് ഫുള്ള് ചെയ്തിട്ട് കാണാം.
ഗൈസ് അപ്പം ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്. തെറ്റ് 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 എന്ന് പറഞ്ഞ പോലെ ഫുള്ള് തെറ്റ് 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 എന്ന് പറഞ്ഞിട്ട് വരഞ്ഞിട്ടുണ്ട്. തെറ്റ് 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 ഫുള്ള് തെറ്റാണ്. നിങ്ങളും ഇതേപോലെ തന്നെ തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഫുള്ള് തെറ്റെന്ന് വരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലാതെ നല്ല ശരിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇത്. ഇപ്പോൾ ഇനി ഇതിന്മേലൊരു പൂവൊക്കെ ആവാമെന്ന് വിചാരിച്ച് പൂവൊക്കെ വരച്ച് ഫുള്ള് ഞാൻ റെഡ് ആൻഡ് മഞ്ഞ തീമിലാക്കുക. അല്ല, റെഡ് ആൻഡ് വൈറ്റ് ആണ്, പക്ഷെ റെഡ് ആൻഡ് മഞ്ഞ തീമാണ് പൂവും പൂമ്പാറ്റയും കേട്ടോ. പൂമ്പാറ്റേൻ്റെ കൊമ്പുകളൊക്കെ 2 കളേഴ്സിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഒന്ന് പച്ച ഒന്ന് ചുവപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതാ കുറേ മഞ്ഞ കുത്ത് എല്ലാവരും ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ കുത്താണ്, ഇത്ര ചെറിയ നിബ്ബ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. എനിക്ക് കുറേ നിബ്സ് ഉള്ളത് ഒന്ന് കിട്ടിയിട്ടുണ്ട്. 6 എണ്ണമാണ് അതിൽ വലുത് ചെറുത് 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 അതിൻ്റെ ചെറുതായിട്ട് അങ്ങനെ 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഏറ്റവും ചെറിയ നിബ്ബുള്ളത് ഇതാണ്. അതിനെക്കൊണ്ട് നമ്മൾ ഇങ്ങനെ കൊത്തിട്ടെടുക്കുക. ഈ ചെറുത് 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 ഇത് വാങ്ങിയത് കണ്ണൂർ നാബ് എന്നാണ് കേട്ടോ, നാബ്. അപ്പോൾ എൻ്റെ പേരറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പേര് ഹവ്വ മറിയെന്നാണ്, ഞാൻ കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്ന് കുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് കുത്തും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായോ ഇല്ല അല്ലേ. നമുക്കിനി റെഡ് കളറും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ റെഡ് കളർ പൂവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മളിതാ ഇതിൽ കളർ മുക്കി എടുത്ത് ഒരു ഗാഡ്ജറ്റ് ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പെയിൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറക്കാൻ നെക്കുക, പ്രസ് ചെയ്യുക, പുതിയ വെള്ളം കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും വേണ്ട, നമുക്ക് ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ മതി. അഡ്ജസ്റ്റ് ദിസ്. അപ്പോൾ നമുക്കിതാ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി പൂവിൻ്റെ ഇതളുകൾ വരയ്ക്കാണ്. ചെറുങ്ങനൊക്കെ തെറ്റിയാലും എനിക്ക് നല്ലോണം ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാതെ ഒരിക്കലും പോകരുത് കേട്ടോ, കാരണം ഏറ്റവും നല്ലതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പം നമുക്കിതാ എല്ലാ ഇതളുകൾക്കും ഞാൻ 3 ഇതളുകളാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ചെയ്തിട്ട് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ഇതൾ. ഇനി 3ാമത്തെ ഇതൾ നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മുടെ കുത്തൊക്കെ ആദ്യം ഇട്ട് വെച്ചതുകൊണ്ട് കുത്തിനി ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. നമ്മൾക്ക് കാണേണ്ട ഇതാ 3 എണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇടാന്നൊക്കെ 2 കുത്തൊക്കെ അടുപ്പിച്ച് ചെയ്ത് കണ്ടിതാ ഇതേപോലെയൊക്കെ ആയിട്ടുണ്ട്. അത് സാരമില്ല, നമ്മൾ അടുപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പം നമുക്കിതാ ഇതേപോലെ ഫുൾ കുറേ പൂവൊന്നും ഞാൻ വരയ്ക്കുന്നില്ല, ഒരു 10-12 എണ്ണം ഉണ്ടാകും. ഞാൻ കുത്തിട്ടെടുത്തോളം വരക്കണം. എനിക്ക് കുത്തിൻ്റെ ഒരു മഷ്റൂമാന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ട് നമുക്ക് കുത്തിട്ടത് ഒരു 12 എണ്ണമായിട്ടാണ് തോന്നുന്നു, എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ ഞാൻ 12 പൂക്കളും നമുക്ക് വരക്കാം. അപ്പോൾ ഞാനിതാ പകുതി പൂവ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു സെമി സർക്കിൾ ഭാഗം നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു സെമി സർക്കിളും കൂടി സെറ്റായാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഗൈസ് നമ്മൾ സെമി സർക്കിൾ ഭാഗം, അതിൻ്റെ ഇടയ്ക്ക് കുറേ വണ്ടികളുടെ സൗണ്ടും ഇതൊക്കെ ഇപ്പം ഉണ്ടാകും. ഒക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ മാത്രമേ അതിന് വരാൻ തോന്നുള്ളൂ. ബാക്കി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും അതിന് വരാൻ തോന്നില്ല കേട്ടോ. എന്തായാലും പറഞ്ഞിട്ട് എന്താ, അവരല്ലേ ഓടിക്കുന്നത്. അപ്പോൾ ഗൈസ് അതൊന്നും സാരമില്ല, അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട, നിങ്ങൾ ഇതുണ്ടാക്കുന്നതിൽ മൈൻഡാക്കിയാൽ മതി കേട്ടോ. അപ്പം നമുക്കിതാ ഈ ഒരു വൈറ്റ് കളർ കൊണ്ട് ബാക്കിയും കൂടി ഒന്ന് സെറ്റാക്കാം. ഇനി ഈ പൂവ് വൈറ്റ് കളർ കൊണ്ട് ഞാൻ ഫസ്റ്റ് പൂമ്പാറ്റ വരക്കാനാണ് വിചാരിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് വൈറ്റ് കളറിൽ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ ഇങ്ങനെ വൈറ്റ് കളർ കൊണ്ട് ഇത് വരക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ പൂമ്പാറ്റേൻ്റെ സാധനം ഉണ്ടാവില്ലേ അത് വരച്ചു. കുറച്ച് തടിച്ചു പോയോ എന്നൊരു സംശയം, കാരണം സാരമില്ല, എന്നാലും തടിച്ചത് സാരമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ പൂമ്പാറ്റേൻ്റെ ചിറക് നമ്മൾ യെല്ലോ കളറാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2 കൊമ്പും കൂടി വരച്ച് കൊടുക്കണം. കൊമ്പ് 2 കളറൊക്കെ ആയിപ്പോയിട്ടുണ്ട്, പച്ചയും ചുവപ്പും ഒക്കെ കളറായിട്ടുണ്ട്. 2 ബ്രഷ് കളറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ബ്രഷ് കഴുകാൻ എന്നോട് അപ്പോഴത്തേക്ക് അങ്ങ് മറന്നുപോയി. ഇതാണ് കുഞ്ഞി പൂമ്പാറ്റ. അപ്പോൾ ഇതൊരു പിങ്ക് കളർ പോലെ ആയിട്ടുണ്ട്, റെഡും പിങ്കും ഒക്കെ മിക്സായിട്ട്. ഇനി നമുക്കിതാ പച്ച കളർ കൊടുക്കാം.
പച്ച കളറാണ് കേട്ടോ. ഞാൻ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പച്ച കളറാണ് കേട്ടോ ഇതിലെടുത്തത്. ഏറ്റവും കൂർത്ത ഇതുകൊണ്ടാണ് കേട്ടോ, കൂർത്തതിനെ കൊണ്ടാണ്. അപ്പോഴാണ് മനസ്സിലായത് ഒരു സാധനം ഇവിടെ ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പഴയ തുണി എടുത്ത് തുടക്കുക. പിന്നെ നമ്മളെ ഇത് നല്ല രസമുണ്ട്. അപ്പോൾ ഈ പച്ച കളർ ഈ കൂർത്ത നിബ്ബോണ്ട് നമ്മളാക്കുമ്പോൾ ഇടയിൽ ചുവപ്പ് കളറൊക്കെ ആയിട്ടുണ്ട്. അതൊന്നും സാരില്ല, അതൊന്നും ആരും കാണില്ല കേട്ടോ. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ ഈ ഇലകളുടെ ഭാഗം തൊട്ടിട്ട് ഉണങ്ങാൻ വെച്ചിട്ടില്ല, അത് താനെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് 2 മിനിറ്റൊക്കെ മതിയായിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഈ സാധനം ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി എടുത്ത് വെക്കാൻ തന്നെ വേണം 2.5 മണിക്കൂർ. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇനിയും അടുത്ത വീഡിയോ ഞാൻ നാനോ ടാപ്പ് കൊണ്ട് സ്കെയിൽ ഉണ്ടാക്കുന്നതാവാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ എല്ലാം കൂടി ഒന്ന് ക്രിസ്മസിൻ്റെ തീമാക്കി എടുക്കാം. അതിൻ്റെ ഇടയിൽ പച്ച കളർ മറിഞ്ഞിട്ട് ഫുള്ളായിട്ട് കുളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു സ്റ്റഡി ടേബിൾ. അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ച് ഉരച്ച് കഴുകി അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് ഞാനതാ അവിടെ ചെറിയ പച്ച കളറൊക്കെ ഉണ്ട്. ഇടയിൽ ഇതേപോലത്തെ പണികളൊക്കെ പറ്റിപ്പോകുന്നുണ്ട്. അതൊന്നും സാരമില്ല. അപ്പം ഞാൻ ഈ മറിഞ്ഞതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. അതൊക്കെ തുടക്കുന്നതൊന്നും കാണിച്ചത് ഇപ്പം വലിയൊരു വീഡിയോ ആവും. അല്ലാതെ തന്നെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ കളറാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഒന്ന് കണ്ടില്ലെങ്കിലോ ഒന്ന് വേണ്ട, ഞാൻ എല്ലാ കളേഴ്സും ഞാൻ ഉണ്ടാക്കിയ കളേഴ്സ് എല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉരുണ്ട് പോകുന്നുണ്ടായിരുന്നു. പൂമ്പാറ്റേൻ്റെ സ്ഥലം നോക്കി വെക്കാൻ ഞാൻ വിചാരിച്ചു, പക്ഷെ പൂമ്പാറ്റ സ്ഥലം വെക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സാധനം 1. അപ്പോൾ സെക്കൻഡത്തെ കളർ ഇതാണ്, തേർഡത്തെ കളർ ഇതാണ്, ഫോർത്തത്തെ കളർ എല്ലാവർക്കും അറിയായിരിക്കും. ഏറ്റവും മുകളിലുള്ള റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഫോർത്തത്തെ കളർ റെഡുമാണ്. അപ്പോൾ ഈ കളേഴ്സൊക്കെ നമുക്ക് ഈ ഒരു മഷ്റൂംസിന് വേണം കേട്ടോ. അപ്പോൾ ഇതിലും 2-3 എണ്ണമൊക്കെ വീണ് പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. വൈറ്റും ഗ്രീനും വീണിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇങ്ങനൊരു ഷോക്കൊക്കെ വെക്കാം, നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യാം. ബൈ.